വനസംരക്ഷണം എന്ന് പറയുന്നത് ആദിവാസികളുടെ കൂടെയുള്ള സംരക്ഷണമാണ്. അവരെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള സംരക്ഷണം മാത്രമാണ് നമ്മുടെ വനത്തിനെ സംരക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. വയനാട് വന്യജീവി സങ്കേതത്തിലെ 4 റേഞ്ചുകളിലായിട്ട് 99 ആദിവാസി കോളനികളാണ് നമുക്കുള്ളത്. 99 ആദിവാസി കോളനികളിലായിട്ട് 55 ആദിവാസി കോളനികൾ വനത്തിനകത്തും ബാക്കി 44 ആദിവാസി കോളനികൾ വനത്തിന് പുറത്തുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. വയനാട് വന്യജീവി സങ്കേതത്തിൽ പലതരത്തിലുള്ള ആദിവാസികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. അതിലേറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആരോഗ്യ സംരക്ഷണം എന്ന് പറയുന്നത്. ഈ ഒരു വർഷം നമ്മുടെ ബഹുമാനപ്പെട്ട ജസ്റ്റിൻ മോഹൻ സാറ്, അഡീഷണൽ PCCF ENTW, അദ്ദേഹം വിഭാവനം ചെയ്ത ഒരു വളരെ പെക്യുലറായിട്ടുള്ളൊരു പദ്ധതിയാണ് സ്നേഹഹസ്തം എന്ന് പറയുന്നത്. അത് സ്നേഹത്തിൻ്റെ ഹസ്തമാണ്. അത് വനം വകുപ്പും അതുപോലെ തന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും അതോടൊപ്പം തന്നെ IMA ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും ചേർന്നുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആദിവാസി വിഭാഗങ്ങളിലെ 100 കോളനികളിലേക്ക് ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് ഒരു കൂട്ടം ഡോക്ടർമാരും അതിനാവശ്യമായിട്ടുള്ള എല്ലാ മെഡിക്കൽ സൗകര്യങ്ങളുമായിട്ട് നമ്മൾ എത്തിച്ചേരുകയും അവർക്ക് വേണ്ട ആരോഗ്യ സംരക്ഷണത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുകയും ചെയ്യുന്ന പ്രവൃത്തിയാണിത്. ഇത് ആദ്യമായിട്ട് വിഭാവനം ചെയ്ത സാഹചര്യത്തിൽ 100 കോളനികളാണ് ഉദ്ദേശിച്ചിരുന്നത്. എന്നിരുന്നാൽ ഓരോ കോളനി വിസിറ്റ് ചെയ്യുന്ന സാഹചര്യത്തിലും അത് IMA ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ കൂടിച്ചേരലും അതുപോലെ തന്നെ വനംവകുപ്പിൻ്റെ പ്രയത്നങ്ങളുമായിട്ട് ഇന്ന് 13ാമത്തെ ക്യാമ്പിലെത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഏകദേശം 126 കോളനികളിലേക്ക് ഈ സഹായഹസ്തം എത്തിച്ചേരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ സ്നേഹഹസ്തം എന്ന് പറയുന്ന പരിപാടി ഒരു വിജയമാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ 2-3 ദിവസങ്ങളായി നമ്മുടെ 100ഓളം സ്റ്റാഫുകൾ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ മുത്തങ്ങ റേഞ്ച് ഓഫീസർ സഞ്ജയൻ സാറിൻ്റെ നേതൃത്വത്തിലും ബത്തേരി റേഞ്ച് ഓഫീസർ ബിജു സാറിൻ്റെ നേതൃത്വത്തിലും EDC ഗൈഡുമാർ, നമ്മുടെ NMR വാച്ചർമാർ, നമ്മുടെ ഫീൽഡ് ജീവനക്കാർ എന്നിവ ഉൾപ്പെടെ ഒരു 100 പേര് കഴിഞ്ഞ 2 ദിവസമായിട്ട് ഫീൽഡിലുണ്ട്. അവർ എല്ലാ കോളനികളിലേക്കും എത്തുകയും ആ കോളനിയിൽ ആർക്കൊക്കെയാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതെന്ന് നേരത്തെ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ആയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓരോ കോളനിയിലേക്കും ഇന്ന് ഈ വണ്ടികൾ വിട്ടിട്ടുള്ളത്. നമ്മുടെ EDCയുടെ 4 ബസ്സുകളും അതുപോലെ ഡ്രൈവേഴ്സ് EDCയുടെ 6 ജീപ്പുകളുമാണ് കോളനികളിലേക്ക് പോയിട്ടുള്ളത്. അവരുടെ ആ ഒരു അശ്രാന്ത പരിശ്രമമാണ് ഇന്ന് ഈ ക്യാമ്പിലേക്ക് ഇത്രയും ആളുകളെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചിട്ടുള്ളത്. വനമേഖലയിലുള്ളവർക്ക് നമുക്ക് ആരോഗ്യ രംഗത്ത് അവരെ മെച്ചപ്പെടുത്താനും അവർക്കുള്ള ശീലങ്ങൾ, നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കുവാനും അവരെ നമ്മളോടൊപ്പം കൂട്ടിച്ചേർക്കുവാനുമായിട്ട് എയിം ചെയ്ത ഒരു പദ്ധതിയാണ് സ്നേഹഹസ്തം എന്ന പദ്ധതി. അതിൻ്റെ ഭാഗമായിട്ട് 2024 ജാനുവരി 24 ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രി ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ തിരുവനന്തപുരം വനമേഖലയുടെ ആസ്ഥാനത്ത് വെച്ചാണ് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. നമ്മുടെ ട്രൈബൽ ഡെവലപ്മെൻറ്റ് മിനിസ്റ്റർ അധ്യക്ഷത വഹിച്ച ഒരു ചടങ്ങായിരുന്നു അത്. അതിൽ 1000-ലധികം നമ്മുടെ സ്വന്തം ഗോത്രവർഗ്ഗക്കാർ അവിടെ പങ്കെടുക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫെബ്രുവരി മുതലാണ് ഇതിൻ്റെ പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യമായിട്ട് ഏഷ്യയിൽ വലിയ സെറ്റിൽമെൻ്റ് എന്ന് പറയപ്പെടുന്ന ആർലത്താണ് നമ്മുടെ പരിപാടി അന്ന് സ്റ്റാർട്ട് ചെയ്തത്. അന്ന് നമുക്ക് 762-ലധികം ഈ ഗോത്രവർഗത്തിലുള്ള നമ്മളോടൊപ്പമുള്ള ഈ ജനങ്ങൾക്ക് നമുക്ക് ചികിത്സ നൽകാനും അവിടെ ക്യാൻസർ ഡിറ്റക്ട് ചെയ്യാനും അവർക്ക് അതോടൊപ്പം അതിൻ്റെ ഫോളോ അപ്പ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനായിട്ട് നമ്മൾ തൊട്ടടുത്തുള്ള മെഡിക്കൽ കോളേജും ഗവൺമെൻറ് ഹോസ്പിറ്റലുമായിട്ട് നമ്മൾ ഏകോപിച്ച് അവർക്ക് നല്ല രീതിയിൽ നമുക്ക് അവിടെ വൻ വിജയമാക്കി തീർന്ന ഒരു പദ്ധതിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതുപോലെ ഇത് ഇന്ന് 9ാമത്തെ ജില്ലയാണ് വയനാട് ജില്ല. വയനാട് ജില്ലയിൽ ഇത് ഞങ്ങൾക്ക് ആദ്യത്തെ പദ്ധതിയാണ്. ഇന്ന് മുത്തങ്ങ ഗവൺമെൻറ് LP സ്കൂളിൽ നടക്കുന്ന ഈ ഒരു സ്നേഹഹസ്തം പരിപാടിയിൽ 53 കോളനികളിലായിട്ടുള്ള ആദിവാസികളെ നമ്മൾ ഗവൺമെൻറ് ലോവർ പ്രൈമറി സ്കൂൾ മുത്തങ്ങയിലേക്ക് എത്തിച്ചേർന്ന് അവിടെ 30ഓളം വരുന്ന ഡോക്ടർമാരും അതുപോലെ തന്നെ അക്കമ്പനിങ് സ്റ്റാഫും അവർക്ക് ആവശ്യമായിട്ടുള്ള
ആരോഗ്യ പരിപാലനത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്തു വരികയാണ്. പരിപാടിയുടെ ഭാഗമായി ഇവിടെ ഒരു മെഡിക്കൽ ക്യാമ്പ് വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ നടന്നു വരുന്നു. നമ്മൾ ഇപ്പോൾ 100ഓളം കുടികളിൽ നിവാസികൾക്ക് ഹൈ ക്വാളിറ്റി മെഡിക്കൽ ക്യാമ്പ് നടത്തിയിട്ടുണ്ട്. ഇത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേരള ചാപ്റ്ററാണ് ഇതിൻ്റെ നേതൃത്വം നൽകി വരുന്നുണ്ട്. നമ്മളെ മുൽപ്പയെ സംബന്ധിച്ചിടത്തോളം 31,000 പോപ്പുലേഷൻ നമുക്ക് മൊത്തം ഇവിടെ വരുന്നുണ്ടെങ്കിലും 45% അതിൽ ട്രൈബൽ പോപ്പുലേഷൻ ആണ് വരുന്നത്. അതുപോലെ തന്നെ 215ഓളം കോളനികൾ, അതിൻ്റെ വളരെ ഉള്ളിലേക്കുള്ള കോളനികൾ, കുറിച്ചിയാട്, അതുപോലെ തന്നെ മുക്കുത്തിക്കുന്ന്, ഇങ്ങനെയുള്ള കോളനികൾ, വളരെ ഉള്ളിലേക്കുള്ള കോളനികളുണ്ട്. അപ്പം അതവിടെയൊക്കെ നമ്മുടെ ആരോഗ്യ മേഖലയിലുള്ള പ്രവർത്തനങ്ങൾ ട്രൈബൽ ക്യാമ്പിലൂടെ നമ്മൾ എത്തിക്കുന്നുണ്ട്. 20ഓളം ക്യാമ്പുകൾ മാസം തോറും ഇവിടെ നിന്ന് നടത്തി വരുന്നുണ്ട്. എന്നാൽ പോലും നമുക്ക് കോളനികളുടെ ഉൾപ്രദേശങ്ങളിലെ എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മികവ് പുലർത്തേണ്ടിയിരിക്കുന്നു ഇനിയും. അതിനിങ്ങനെയുള്ള ക്യാമ്പുകൾ വളരെ ഉപകരിക്കുന്നതാണ്. ഈ ക്യാമ്പിൽ ഇപ്പോൾ വിദഗ്ധന്മാരായ പല ഡോക്ടർമാരും പങ്കെടുക്കുന്നുണ്ട്. മെഡിക്കൽ കോളേജിൽ നിന്നും, ഗവൺമെൻറ് സർവീസിൽ നിന്നും, പ്രൈവറ്റ് മേഖലയിൽ നിന്നും എല്ലാം വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാർ ഇന്ന് ഈ ട്രൈബൽ കോളനിയിൽ വന്ന് ട്രൈബൽ രോഗികളെ പരിശോധിക്കുന്നുണ്ട്. ഇങ്ങനെ പരിശോധിക്കുന്നതിൻ്റെ ഉദ്ദേശം ഇവരിൽ നിലനിൽക്കുന്ന എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടോ അല്ലെങ്കിൽ കണ്ടുപിടിക്കപ്പെടാണ്ട് കിടക്കുന്നുണ്ടോ ഇല്ലേ എന്ന് കണ്ടുപിടിക്കുന്നതിനും, അങ്ങനെ രോഗമുണ്ടെങ്കിൽ അത് വ്യക്തമായ നിർദ്ദേശത്തോടു കൂടി കൂടുതൽ വിശദമായ പരിശോധനയ്ക്കും വിധേയമാക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു രോഗിക്ക് ഓപ്പറേഷൻ, ഏതെങ്കിലും കണ്ണിനോ അതുപോലെയുള്ള ഏതെങ്കിലും തുടർ ചികിത്സ ആവശ്യമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ, അങ്ങനെ ബോധ്യപ്പെടുകയാണെങ്കിൽ അവർക്ക് തുടർ ചികിത്സ കൊടുക്കുന്നതിന് കൂടി ഈ ക്യാമ്പിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഞങ്ങളെ വണ്ടി പിടിച്ചു കൊണ്ടുവന്നു ഇവിടെ, പിന്നെ കണ്ണൊക്കെ പരിശോധിച്ചു. അതിപ്പോൾ എനിക്ക് എത്താനില്ല. മക്കളൊക്കെ ഉണ്ട്, അവരവരെ വീടായി ഇങ്ങനെയൊക്കെയാണ്. പിന്നെ ഇവിടെ വന്നു പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യാനാണ് പറഞ്ഞത്. ശിശുരോഗ വിഭാഗമുണ്ട്, ജനറൽ മെഡിസിൻ വിഭാഗമുണ്ട്, ഒഫ്താൽമോളജി നേത്രരോഗ വിഭാഗമുണ്ട്, ENT വിഭാഗമുണ്ട്, ഗൈനക് വിഭാഗമുണ്ട്, ഞങ്ങൾ ഡെന്റൽ വിഭാഗമുണ്ട്. അതുകൂടാതെ തന്നെ ചില പരിശോധനകൾ, രക്തപരിശോധനകൾ നടക്കുന്നുണ്ട്. കൂടുതലായിട്ടും കണ്ടുവരുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് പറയുമ്പോൾ രക്തക്കുറവ്, വളരെയധികം ആൾക്കാർക്ക് കാണുന്നതാണ് രക്തക്കുറവ്. അതിൽ തന്നെ ഡീറ്റെയിൽ ചെക്കപ്പ് നടത്തുമ്പോൾ സിക്കിൾ സെൽ അനീമിയ, തലസീമിയ തുടങ്ങിയ രോഗങ്ങൾ കൂടുതലായും കണ്ടുവരുന്നുണ്ട്. പിന്നെ ജീവിതശൈലി രോഗങ്ങൾ ഒത്തിരി കണ്ടുവരുന്നുണ്ട്. ശിശുരോഗ വിഭാഗത്തിലാണെങ്കിൽ അവർക്ക് കുറച്ച് പോഷകാഹാരക്കുറവുണ്ട്, ത്വക്രോഗ രോഗങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നിർദ്ദേശങ്ങളും ചികിത്സകളൊക്കെ നൽകിക്കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഈ പറയുന്ന പ്രവൃത്തികളെല്ലാം തന്നെ ഈ ആദിവാസി സമൂഹത്തിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികളാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ആരോഗ്യമാണ് സമ്പത്ത്. നല്ലൊരു ആരോഗ്യം നമ്മുടെ ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന ജനസമൂഹത്തിന് ലഭ്യമാകുന്നതിലൂടെ അവരുടെ ജീവിതശൈലിയും മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട വനം വന്യജീവി വകുപ്പ് മന്ത്രി ശ്രീ AK ശശീന്ദ്രൻ അവർകൾ, നമ്മുടെ വഴികാട്ടിയായിട്ട് നിൽക്കുന്ന ബഹുമാനപ്പെട്ട മന്ത്രിയും അതുപോലെ തന്നെ ഈ നിയോജകമണ്ഡലത്തിലെ MLAയുമായിട്ടുള്ള ശ്രീ IC ബാലകൃഷ്ണൻ അവർകളും, അതോടൊപ്പം തന്നെ ഇന്ന് ഈ പ്രോഗ്രാമിൽ നമുക്ക് മാർഗദർശിയായിട്ട് നിന്നിട്ടുള്ള ബഹുമാനപ്പെട്ട ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ശ്രീ ജയപ്രസാദ് IFS അവർകളും, ജസ്റ്റിൻ മോഹൻ സാർ കാണിക്കുന്ന വഴിയിലൂടെ കൂടുതൽ കോളനികളിലേക്ക് ഈ ഒരു പ്രോഗ്രാം എത്തിച്ചേരാനായിട്ട് വനം വകുപ്പിന് സാധിക്കുമെന്ന് തന്നെയാണ് ഉറച്ചു വിശ്വസിക്കുന്നത്. ഇതിൻ്റെ കൂടാതെ ഇന്ന് ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി അദ്ദേഹം ONDC പ്ലാറ്റ്ഫോം വഴി നമ്മുടെ വനശ്രീ ഉൽപ്പന്നങ്ങളെ വിപണി ചെയ്യുവാനുള്ള ഒരു സംവിധാനം കൂടെ ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രി നിർവഹിച്ചു. അതേപോലെ ഇവിടെ ഉള്ള 56 ട്രൈബൽ സെറ്റിൽമെൻറ്റിലുള്ള കുട്ടികൾക്ക് സ്കൂൾ ബാഗ്സും യൂണിഫോംസും അതുപോലെ തന്നെ ബുക്സ്, കുടകൾ എല്ലാം ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി അദ്ദേഹം വിതരണം ചെയ്തു. ഇതുപോലെ ആദിവാസികൾ കുടുംബങ്ങളെ സംബന്ധിച്ചുള്ള ക്ഷേമ പദ്ധതികൾ ഇനിയും കൂടെ വനവകുപ്പ് മുൻകൈയെടുത്ത് നടത്തുവാൻ തീരുമാനിച്ചു. ആദിവാസികളും വനവും
ഇടപിരിയാത്ത അല്ലെങ്കിൽ പിരിക്കാൻ കഴിയാത്ത ബന്ധമാണുള്ളത്. വനസംരക്ഷണത്തിനും വനത്തിൻ്റെ റെസ്റ്റോറേഷനുമായി ഗോത്ര സമൂഹം ഏറെ സംഭാവനകൾ നമുക്ക് നൽകുന്നുണ്ട്. വയനാട് ജില്ലയിലെ ഗോത്ര സമൂഹത്തിൻ്റെ ക്ഷേമത്തിനായി ഏറെ കാര്യങ്ങൾ വനംവകുപ്പ് ചെയ്യുന്നുണ്ട്. വനംവകുപ്പ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് സ്നേഹഹസ്തം. ഈ പദ്ധതിയിലൂടെ ആരോഗ്യ സേവനങ്ങൾ നേരിട്ട് ഇവിടെയുള്ള ഗോത്ര സമൂഹത്തിന് എത്തിക്കാൻ കഴിയുന്നുണ്ട്. ഇന്ന് നടന്ന ഈ പദ്ധതി ഒരു വളരെ പങ്കാളിത്തം കൊണ്ടും ജനങ്ങളുടെ ഇടപെടലുകൾ കൊണ്ടും വളരെ ഒരു വൻ വിജയമായി എന്ന് പറയാനാകും.